ഹലോ എവരി വൺ, എവർക്കും വിൻസ്പയറിൻ്റെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മലയാള നടനായ മോഹൻലാലിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്ക് തന്നെ സ്ഥിരം PSC ചോദിക്കുന്നൊരു ടോപ്പിക്കാണ്, ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. അപ്പോൾ ഒരു മലയാളിക്ക് ഈ ഒരു അവാർഡ് കിട്ടിയത് കൊണ്ട് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് എന്താണ് എന്ന് നോക്കാം. സോ ഞാൻ ഈ ഒരു നോട്ട് ഇംഗ്ലീഷിലാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മലയാളത്തിലൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറയുന്നുള്ളത്. സോ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ഇന്ത്യയിലെ സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ ബഹുമതി, ഹയസ്റ്റ് അവാർഡ് ഇൻ ദ ഫീൽഡ് ഓഫ് സിനിമ. അപ്പോൾ സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ ബഹുമതി ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡാണ്. ഈ അവാർഡ് നൽകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇത് നമ്മൾ ദേശീയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് മികച്ച നടനുള്ള അവാർഡിൻ്റെ മറ്റൊരു പേരല്ല ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് ഓരോ വർഷവും നൽകി വരുന്ന ഒരു അവാർഡാണ് കേട്ടോ. ആനുവലി നൽകി വരുന്നതാണ്. ഈ സമ്മാനം നൽകുന്നത് നാഷണൽ ഫിലിം അവാർഡിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ. ദേശീയ സിനിമാ പുരസ്കാരത്തിൻ്റെ കൂട്ടത്തിലാണ് ഈ ഒരു സമ്മാനം നൽകുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെയാണ് ഇത് നൽകുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ടും ഓർത്തിരിക്കുക. ഒരു പക്ഷേ പ്രസ്താവന ചോദ്യങ്ങൾ വരാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. അതെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് നൽകുന്നത്. ആനുവലിയാണ് നൽകുന്നത്. എന്നാൽ ദേശീയ പുരസ്കാരത്തിലെ മികച്ച നടൻ, മികച്ച നടി അതുമായിട്ട് ഇതിന് പ്രത്യക്ഷത്തിൽ ബന്ധമില്ല. ഇത് സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഒരു അവാർഡാണ്. സോ ഈ ഒരു അവാർഡിൻ്റെ ഭാഗമായിട്ട് നൽകുന്നത് സ്വർണ്ണ കമൽ. ഇതാണ് സ്വർണ്ണ കമൽ അഥവാ ഗോൾഡൻ ലോട്ടസ്. സുവർണ താമര എന്നാണ് അതിൻ്റെ മലയാളം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു താമരയുടെ ഒരു ചിഹ്നം. സോ സുവർണ കമൽ ലോട്ടസ് മെഡല്യൻ. അപ്പോൾ സുവർണ കമലിലുള്ളൊരു പതക്കവും ഒരു ഷോളും ക്യാഷ് പ്രൈസായിട്ട് 10 ലക്ഷം കേട്ടോ. 10 ലക്ഷമാണ് ക്യാഷ് പ്രൈസ്. അപ്പോൾ ക്യാഷ് പ്രൈസ് സുവർണ കമൽ. അപ്പോൾ ഗോൾഡൻ ലോട്ടസ് അവാർഡും ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡും സെയിം ആണ് എന്ന് മനസ്സിലാക്കുക. then ഇത് ആദ്യമായിട്ട് ഈ ഒരു അവാർഡ് പ്രസൻറ്റ് ചെയ്തത് 1969 നിലവിൽ 54 പേർക്കാണ് ഈ ഒരു അവാർഡ് നൽകിയിട്ടുള്ളത്. then the award was introduced by the government of India to commemorate Dada Saheb Phalke's contribution to Indian cinema. അപ്പോൾ ആരാണ് ഈ ദാദാ സാഹേബ് ഫാൽക്കെ? ദാദാ സാഹേബ് ഫാൽക്കെ എന്ന് പറയുന്നത് സിനിമാ രംഗത്തെ ഒരു അതികായനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഒരു അവാർഡ് നൽകി വരുന്നത്. അപ്പോൾ ദാദാ സാഹേബ് ഫാൽക്കെയെക്കുറിച്ച് ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവ് 1870 മുതൽ 1944 വരെയാണ്. അദ്ദേഹത്തിനൊരു വിശേഷണമുണ്ട്, ദ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ, ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നൊരു വിശേഷണമുണ്ട്. അദ്ദേഹം ആദ്യമായിട്ടും ഇന്ത്യയിൽ ഒരു മുഴുനീള ഫീച്ചർ ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ദാദാ സാഹേബ് ഫാൽക്കെയാണ്. ആ ഒരു സിനിമയുടെ പേര് രാജ ഹരിശ്ചന്ദ്ര. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്തൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം? ദാദാ സാഹേബ് ഫാൽക്കെയുടെ ഒരു സ്ഥാനപ്പേരാണ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ, ഇന്ത്യൻ സിനിമയുടെ പിതാവ്. അദ്ദേഹം ഇന്ത്യയിലെ ആദ്യമായിട്ടുള്ള മുഴുനീള ഫീച്ചർ ഫിലിം സംവിധാനം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പേര് രാജ ഹരിശ്ചന്ദ്ര. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു 1969 ആദ്യമായിട്ട് ഈ ഒരു അവാർഡ് നൽകുന്നത്. ആർക്കാണ് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ആക്ട്രസ് ആയിട്ടുള്ള ദേവിക റാണി. അവിടെ ആക്ട്രസ് എന്ന് പറയാനുള്ള കാരണം അഭിനേതാക്കൾക്ക് മാത്രമല്ല സംവിധായകർക്കും ഇത് കിട്ടാറുണ്ട്. അപ്പോൾ ആക്ട്രസ് ആയിട്ടുള്ള ദേവിക റാണിക്കാണ് ആദ്യമായിട്ട് കിട്ടുന്നത്. പുരസ്കാരം നൽകുന്നത് ദേശീയ സിനിമാ പുരസ്കാരത്തിൻ്റെ വേദിയിലാണ്. 17ാമത് നാഷണൽ അവാർഡിൻ്റെ കൂട്ടത്തിലാണ് അവർക്കത് നൽകിയിട്ടുള്ളത്. ഇത് രണ്ടും പഠിക്കണം. അപ്പോൾ ആക്ട്രസ് ദേവിക റാണിക്കാണ് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ളത്. 17ാമത് ദേശീയ പുരസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണത് നൽകുന്നത്. ഓക്കെ അല്ലേ? ഇനി നിലവിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനുള്ള കാരണം 2025 എന്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്?
ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2025 പ്രഖ്യാപിച്ചത് 2023 അവാർഡാണ് കേട്ടോ. 2023 അവാർഡാണ് 2025 പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ അവാർഡിന് അർഹനായിട്ടുള്ളത് മലയാളത്തിൻ്റെ നടൻ മോഹൻലാലിനാണ്. ഇനി മോഹൻലാലിന് ഈ ഒരു സമ്മാനം നൽകുന്നത് 71ാമത് നാഷണൽ അവാർഡ് സെറിമണിയിൽ വെച്ചായിരിക്കും കേട്ടോ. 71ാമത് നാഷണൽ അവാർഡ് സെറിമണിയിൽ വെച്ചായിരിക്കും. ഇനി തൊട്ട് മുന്നേ ആർക്കൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. 2022 മിഥുൻ ചക്രവർത്തി, അദ്ദേഹം ഹിന്ദി ബംഗാളി സിനിമയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. 2021 അവാർഡ് വഹീദ റഹ്മാൻ, അതും ഹിന്ദി സിനിമാ രംഗത്തെ ഒരു വ്യക്തിത്വമാണ്. 2020 ആശ പരേഖ്, ഇതുകൂടി ഓർത്തിരിക്കുക. തൊട്ട് മുന്നേയുള്ള ഒരു 3 വർഷത്തെ കൂടി ഓർത്തിരിക്കുക. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ്, ആദ്യമായിട്ട് ഈ ഒരു അവാർഡ് കിട്ടുന്ന മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകനാണ് അല്ലേ. ചലച്ചിത്ര രംഗത്തെ ഒരു സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന അവാർഡാണ്. അപ്പോൾ ചലച്ചിത്ര രംഗത്ത് ഒരു പുതിയ തരംഗം തന്നെ, അന്നൊരു പുതിയ തരംഗം തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അതുകൊണ്ട് 2004 അദ്ദേഹത്തിന് ആ ഒരു അവാർഡ് 2004 അവാർഡ് അദ്ദേഹത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുന്നത് 54ാമത് ദേശീയ പുരസ്കാരത്തിൻ്റെ വേദിയിൽ വെച്ചാണ് കേട്ടോ. 2004 പുരസ്കാരമാണ്. ആ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത് 54ാമത് ദേശീയ പുരസ്കാര വേദിയിൽ വെച്ചാണ്. ദെൻ ഈ അവാർഡ് ദേശീയ പുരസ്കാരമാണ്. അവാർഡ് നൽകുന്നത് ആരായിരിക്കും? അത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കും. അതുകൂടി ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? സോ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പോയിന്റാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അഡീഷണൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.